പ്രസവിക്കുന്നതിനു മുമ്പ് എല്ലാ വേഡൽസിയിലും മഞ്ഞിലുണ്ടാക്കിയ ദ്വാരം പല്ലുകൊണ്ട് വലുതാക്കും. പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൂട്ടി വെള്ളത്തിലേക്ക് എളുപ്പത്തിൽ പോകാനാണിത്. ഓട്ട ശരിയായ വലുപ്പമാകുമ്പോൾ അവൾ ഐസിൽ കയറിയിരുന്ന് ഏകദേശം 4 ഡിഗ്രി ഫാരൻഹൈറ്റുള്ള കഠിനമായ തണുപ്പിൽ പ്രസവിക്കാൻ തയ്യാറാകും. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ കുഞ്ഞ് ജനിക്കും. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അമ്മയുടെ ചൂടുള്ള വയറ്റിൽ നിന്ന് തണുത്ത തറയിലേക്ക് വീഴും. ഈ വലിയ താപനില മാറ്റം കാരണം കുഞ്ഞ് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് ചൂട് കിട്ടാൻ വേണ്ടി അമ്മയോട് ചേർന്ന് കിടക്കാൻ അത് നിർബന്ധിതനാകും. ജനിച്ചിട്ട് ഒരാഴ്ചയിലധികം കുഞ്ഞിന് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. അത് ഐസിൽ തന്നെ കിടക്കണം. പക്ഷേ അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ ആർക്കും പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു മഞ്ഞുകാറ്റ് വന്ന് താപനില 40 ഡിഗ്രി ഫാരൻഹൈറ്റിനും താഴെയാക്കും. ക്ഷീണിച്ച അമ്മ കാറ്റിൽ നിന്ന് കുഞ്ഞിനെ സ്വന്തം ശരീരം കൊണ്ട് മറച്ച് സംരക്ഷിക്കും. 3 ദിവസം കടന്നുപോകും. രണ്ടുപേരും മഞ്ഞിനടിയിൽ മൂടിപ്പോകും. എന്നിട്ടും കാറ്റു നിൽക്കുന്ന ഒരു ലക്ഷണം പോലും കാണിക്കില്ല. ഇപ്പോൾ സീലമ്മ തീരെ വയ്യാതെയായി. അവൾക്കൊരു വിഷമമുള്ള കാര്യം തീരുമാനിക്കണം. അവിടെ തന്നെ കിടന്ന് കുഞ്ഞിനെ കാക്കണോ അതോ ശക്തി വീണ്ടെടുക്കാൻ വെള്ളത്തിലേക്ക് തിരിച്ചു പോകണോ? അവസാനം അവൾ ഐസിനടിയിലേക്ക് ഊളിയിടും. കുഞ്ഞ് അവൾ പോകുന്നത് നോക്കി കണ്ണടച്ച് അതിന്റെ വിധി കാത്ത് മിണ്ടാതെ കിടക്കും. കാറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കും. 7 ദിവസത്തിനു ശേഷം മഞ്ഞുകാറ്റ് ഒടുവിലടങ്ങി. അമ്മ തന്റെ കുഞ്ഞിനെ തിരഞ്ഞ് ഭ്രാന്തായി മുകളിലെത്തി. ആദ്യം അവൾ കുഞ്ഞിന്റെ അനക്കമില്ലാത്ത ശരീരം മാത്രമാണ് കണ്ടത്. അവൾ വേദനയോടെ അലറിക്കരഞ്ഞു. അവളുടെ ശബ്ദം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ കുഞ്ഞ് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അതിനെ അതിജീവിച്ചിരുന്നു. അമ്മയ്ക്ക് വലിയ ആശ്വാസമായി. വിശപ്പും തണുപ്പുമുള്ള കുഞ്ഞ് ഉടൻ തന്നെ മഞ്ഞിലുണ്ടാക്കിയ ദ്വാരത്തിലേക്ക് ഇഴഞ്ഞുപോയി. അതിനൊടുവിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. ഇനി മുതൽ അമ്മ അതിനെ നീന്താൻ പഠിപ്പിക്കണം. കുഞ്ഞ് പഠിച്ചുകഴിഞ്ഞാൽ മുകളിലെ തണുത്ത കാറ്റിൽ നിന്ന് അതിന് രക്ഷപ്പെടാൻ കഴിയും. വെള്ളത്തിന് 28 ഡിഗ്രി തണുപ്പ് മാത്രമേ ചൂടുള്ളൂവെങ്കിലും ഐസിൽ കിടക്കുന്നതിനേക്കാൾ നല്ല ചൂടുള്ളതാണ്.